ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു വെക്ടർ അക്കാഡമി വേർ ലേണിംഗ് ഗെറ്റ്സ് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള എന്താണ് പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലെ കുറച്ചൊരു പോർഷനാണ്. അതായത് അവിടെ നിങ്ങൾ പുതുതായിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് ഓർബിറ്റൽസ്, ക്വാണ്ടം നമ്പേഴ്സ്, അതുപോലെ തന്നെ എന്താണ് അങ്ങനെ വിവിധ തരം ക്വാണ്ടം നമ്പേഴ്സും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താണ് ഓർബിറ്റൽ, എന്താണ് ക്വാണ്ടം നമ്പറുകൾ ഉദ്ദേശിക്കുന്നത്, അതൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോകുന്നൊരു ക്ലാസ്സാണ്. അപ്പോൾ എന്തായിരുന്നു ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ ക്ലാസിക്കൽ തിയറി പഠിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് എന്തായിരുന്നു, നമുക്ക് എന്തുണ്ട്, ഒരു സെൻറ്ററിൽ ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിന് ചുറ്റും എന്താണ് ഇലക്ട്രോണുകൾ റിവോൾവ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പാത്ത് ഉണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞു. ആ കാര്യങ്ങളൊക്കെ തെറ്റാണെന്നും പിന്നെ ക്വാണ്ടം തിയറിയുടെ കാര്യമൊക്കെ നമ്മൾ ആ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ഈ ഓർബിറ്റൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ആറ്റം എടുക്കുകയാണെങ്കിൽ ആറ്റത്തിൻ്റെ സെൻറ്ററിൽ എന്തുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിന് ചുറ്റുമാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺ ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു സർക്കുലാർ പാത്തിലൂടെ റിവോൾവ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ 9ൽ പഠിക്കുന്നത്. ഇവിടെ നമ്മൾ എന്ത് പഠിക്കുന്നു, അങ്ങനെ ഒരു നിർബന്ധമായ ഒരു സർക്കുലാർ പാത്ത് എന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ന്യൂക്ലിയസിന് ചുറ്റും എന്താണ് ഇലക്ട്രോൺ കാണപ്പെടാൻ സാധ്യതയുള്ള എന്തുണ്ട്, ഒരു സർട്ടൻ റീജിയൻ ഉണ്ട് അല്ലേ. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ കാണപ്പെടാൻ സാധ്യതയുള്ളൊരു റീജിയൻ ഉണ്ട്. ആ റീജിയനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഓർബിറ്റൽസ് എന്ന് വിളിക്കുന്നത്. അതായത് ന്യൂക്ലിയസ് എടുക്കുകയാണെങ്കിൽ ആ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കാണപ്പെടാനുള്ള ഒരു കുറച്ച് ഏരിയയിൽ അവിടെ ആയിരിക്കാം ഇലക്ട്രോൺസ് കാണപ്പെടാൻ കൂടുതൽ സാധ്യത. ആ സാധ്യതയുള്ള റീജിയനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഓർബിറ്റൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഓർബിറ്റലുകളെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ക്വാണ്ടം നമ്പറുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും 3 ക്വാണ്ടം നമ്പറുകളാണ് നമ്മളവിടെ പഠിക്കുന്നത്. 1 പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, 2 അസിമുത്തൽ ക്വാണ്ടം നമ്പർ, 3 മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. അപ്പോൾ ഈ 3 എന്താണ് ക്വാണ്ടം നമ്പേഴ്സിനെ പറ്റിയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിക്കുന്നത്. എന്താ ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ, അതായത് ഒരു ഓർബിറ്റലിലുള്ള ഇലക്ട്രോണിൻ്റെ എനർജിയെ ഡിനോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഷെല്ലുകളെ സൂചിപ്പിക്കുന്ന ക്വാണ്ടം നമ്പറുകളാണ് ഇത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഇപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഏത് ലെറ്റർ വെച്ചാൽ നമ്മൾ ഡിനോട്ട് ചെയ്യുക, സ്മോൾ ലെറ്റർ n വെച്ചിട്ടാണ് എന്ത് ചെയ്യുക പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ ഡിനോട്ട് ചെയ്യുക. എന്നിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ അത് ഏത് ഷെല്ലിനെ സൂചിപ്പിക്കുന്നു, കെ ഷെല്ലിനെ സൂചിപ്പിക്കുന്നു. എന്നിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ അത് എൽ ഷെല്ലിനെ സൂചിപ്പിക്കുന്നു. എന്നിൻ്റെ വാല്യൂ 3 ആണെങ്കിൽ അത് എം ഷെല്ലിനെ സൂചിപ്പിക്കുന്നു. എന്നിൻ്റെ വാല്യൂ 4 ആണെങ്കിൽ അത് എൻ ഷെല്ലിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഷെല്ലായി. ഇപ്പോൾ ഷെല്ലിനുള്ളിൽ ആരുണ്ടാകും, സബ് ഷെല്ലുകൾ ഉണ്ടാവും അല്ലേ. അതായത് കെ എന്ന് പറയുന്ന ഷെല്ല്, എൽ എന്ന് പറയുന്നത് ഇതൊക്കെ എന്താണ്, ഷെല്ലുകളാണ്. ഈ ഷെല്ലുകൾക്കുള്ളിൽ ആരുണ്ട്, എസ്, പി, ഡി, എഫ് എന്നൊക്കെ പറയുന്ന സബ് ഷെല്ലുകളുണ്ട്. അപ്പോൾ ഈ സബ് ഷെല്ലുകളെ പറ്റി വിവരം തരുന്ന ഒരു നമ്പർ വേണമല്ലോ നമുക്ക്. ആ നമ്പറാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്, അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്ന് പറയും. ഇറ്റ് ഡിഫൈൻസ് ദ 3 ഡയമെൻഷണൽ ഷേപ്പ് ഓഫ് ദി ഓർബിറ്റൽ. അതായത് ഒരു ഓർബിറ്റൽ ഏത് ഷേപ്പിലൊക്കെ കാണപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ +1 +2 എത്തുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി പഠിക്കും. ഏത് ഷേപ്പിലൊക്കെ ഈ ഓർബിറ്റൽ കാണപ്പെടാം. അതുപോലെ തന്നെ എന്താണ് ആ ഓരോ ഷെല്ലിനുള്ളിലും ഏതൊക്കെ സബ് ഷെല്ലുകളുണ്ട്, ഓരോ ഷെല്ലിനുള്ളിലും ഏതൊക്കെ സബ് ഷെല്ലുകളുണ്ട് എന്ന വിവരം തരുന്ന നമ്പറാണ് ഇത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ നമ്മൾ n ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നിന് ഏതൊക്കെ വാല്യൂ ആകാം, 1 ആകാം, 2 ആകാം, 3 ആകാം, 4 ആകാം, ഇങ്ങനെ ആകാം. അപ്പോൾ എല്ലിന് ഏതൊക്കെ വാല്യൂ എടുക്കാം, എല്ലിൻ്റെ വാല്യൂ ഏതാണെന്ന് തീരുമാനിക്കുന്നത് എന്നിൻ്റെ വാല്യൂമായി ബന്ധപ്പെട്ടതാണ്. അതായത് എല്ലിന് എടുക്കാൻ പറ്റിയ വാല്യൂ 0 മുതൽ n-1 വരെയാണ് അതിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പോൾ ഒന്നാമത്തെ കെ എന്ന് പറയുന്ന ഷെല്ലാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് വിചാരിക്കുക. കെ എന്ന് പറയുന്ന ഷെല്ലിൻ്റെ n വാല്യൂ എത്രയാണ്, n വാല്യൂ 1 ആണ്. അപ്പോൾ എല്ലിന് ഏതൊക്കെ വാല്യൂ എടുക്കാം, എല്ലിന് 0 എടുക്കാം, കുഴപ്പമൊന്നുമില്ല. 0 മുതൽ എവിടം വരെ എടുക്കാൻ പറ്റുള്ളൂ, n-1 വരെ എടുക്കാൻ പറ്റുള്ളൂ കെ ഷെല്ലിൽ. ഇവിടെ എന്നിൻ്റെ വാല്യൂ എത്രയാണ്, 1 ആണ്. അപ്പോൾ 1-1 എന്ത് തന്നെയാണ്, 0 എന്ന് പറഞ്ഞാൽ കെയുടെ വാല്യൂ അല്ലെങ്കിൽ കെ ഷെല്ലിൽ എന്നിൻ്റെ വാല്യൂ 1 ആയതുകൊണ്ട് അവിടെ എല്ലിൻ്റെ വാല്യൂ ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ, എല്ലിന് 0 എന്ന് പറയുന്ന വാല്യൂ മാത്രമേ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി നമുക്ക് വേറൊരു കേസ് നോക്കാം. ഏത്, എൽ ഷെല്ലിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് മാറ്റം വരുന്നത് നോക്കാം. എൽ ഷെല്ലിലേക്ക് വന്നാൽ എന്താണ് മാറ്റം വരുന്നത് നോക്കാം. ഇപ്പോൾ എൽ ഷെല്ല് എടുത്തോ. എൽ ഷെല്ല് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, എൽ എന്ന് പറയുന്ന ഷെല്ലാണ് എടുക്കുന്നത്. എൽ എന്ന് പറയുന്ന ഷെല്ല് എടുക്കുമ്പോൾ എന്നിൻ്റെ വാല്യൂ എന്തായി, എന്നിൻ്റെ വാല്യൂ 2 ആയി. അപ്പോൾ എല്ലിന് ഏതൊക്കെ വാല്യൂ എടുക്കാം, 0-ൽ നിന്ന് തുടങ്ങാം, 0 എടുക്കാം. എവിടം വരെ എടുക്കാം, n-1 വരെ എടുക്കാം. ഇവിടെ എന്നിൻ്റെ വാല്യൂ എത്രയാണ്, 2 ആണ്. അപ്പോൾ 2-1 അതായത് 1 വരെയാണ്, 1 വരെ എടുക്കാം. 0 മുതൽ 1 വരെ എന്ന് വെച്ചാൽ ഏതൊക്കെ വാല്യൂ, 0-ഉം 1-ഉമാണ് എല്ലിന് എടുക്കാൻ വേണ്ടി പറ്റുന്ന വാല്യൂ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഷെല്ല് എടുക്കുമ്പോഴും അതിൽ വരുന്ന സബ് ഷെല്ലുകൾ ഏതാണെന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നോക്കിയേ, കെയുടെ വാല്യൂ 1 ആണ്. കെയിൽ എത്ര സബ് ഷെല്ലേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ എല്ലിന് പറ്റുന്ന വാല്യൂ 0 ആണ്. അതുകൊണ്ട് എല്ല് 0 ആകുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സബ് ഷെൽ എന്ന് പറയുന്നത് ഏതാണ്, എസ് സബ് ഷെല്ലാണ്. ഇനി രണ്ടാമത്തെ കേസിലേക്ക് വന്നാൽ, രണ്ടാമത്തെ ഷെല്ലായിട്ടുള്ള എല്ലിലേക്ക് വന്നാൽ അവിടെ എന്നിൻ്റെ വാല്യൂ എത്രയാണ്,
എന്നിൻ്റെ വാല്യൂ 2 ആണ്. എന്നിൻ്റെ വാല്യൂ 2 ആയതുകൊണ്ട് എല്ലിന് എടുക്കാൻ പറ്റിയ വാല്യൂ 0ഉം 1ഉം ആണ്. അപ്പോൾ 0 ആണെങ്കിൽ ഓൾറെഡി നമുക്കറിയാം എസ് ആണ് സബ്ഷെല്ല്. എല്ലിൻ്റെ വാല്യൂ സ്മോൾ ലെറ്റർ എല്ലിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ അത് പി സബ്ഷെല്ലാണ്. അപ്പോൾ 3 ആകുമ്പോൾ എന്ത് വരും? 3 സബ്ഷെല്ലുകൾ വരും. 4 ആകുമ്പോൾ 4 സബ്ഷെല്ലുകൾ വരും. അങ്ങനെ ഓർത്താലും മതി. എന്നിൻ്റെ വാല്യൂ എത്രയാവുന്നു അത്രയും സബ്ഷെല്ലുകൾ ഉണ്ടാവും. അപ്പോൾ 4 ആകുമ്പോൾ ഏതാണ്? എസ് ഉണ്ടാകും, പി ഉണ്ടാകും, ഡി ഉണ്ടാകും, എഫ് ഉണ്ടാകും. അപ്പോൾ എന്തായി? നമുക്ക് ഷെല്ലിനെ പറ്റിയുള്ള വിവരം തരാൻ ഏതുണ്ട്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അതിൻ്റെ എനർജി ലെവലിനെ പറ്റിയൊക്കെ ഉള്ള വിവരം തരുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ്. ഈ ഷെല്ലിനകത്തുള്ള സബ്ഷെല്ലുകളെ പറ്റിയും അതുപോലെ തന്നെ സബ്ഷെല്ലുകളുടെ അല്ലെങ്കിൽ ഷെല്ലുകളുടെ ഷേപ്പിനെ പറ്റിയുമുള്ള വിവരം തരുന്ന ആരാണ്? അസിമുത്തൽ ക്വാണ്ടം നമ്പർ ആയിട്ടുള്ള എൽ ആണ്. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ അനുസരിച്ചാണ് ഏതൊക്കെ സബ്ഷെല്ലുകൾ എന്ന് പറയാം. ഇനി ഈ സബ്ഷെല്ലുകൾ ഏതൊക്കെ രീതിയിൽ അല്ലെങ്കിൽ എന്താണ് ഓർബിറ്റലുകൾ ഏതൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്യാം എന്ന കാര്യം പറയുന്ന നമ്പറാണ് ഇത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. അപ്പോൾ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 2l+1 ആണ്. അപ്പോൾ നമുക്ക് n ആയി. ഫസ്റ്റ് നമ്മൾ n പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n പറഞ്ഞു, പിന്നെന്താണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ l പറഞ്ഞു, ഇനി മൂന്നാമത്തെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ l. ഇപ്പോൾ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? അതായത് സബ്ഷെല്ലിൻ്റെ എല്ലിൻ്റെ വാല്യൂ അനുസരിച്ചാണ്. ഇപ്പോൾ എല്ലിൻ്റെ വാല്യൂ എത്രയാണോ അതനുസരിച്ചാണ് നമുക്ക് എം. ഇപ്പോൾ എല്ലിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഇത് എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണോ? എം ഈസ് ഈക്വൽ ടു 2l+1 ആണ്. അപ്പോൾ ദാറ്റ് ഈസ് 2 ഇൻറ്റു എല്ലിൻ്റെ സ്ഥാനത്ത് എന്ത് വരും? 0 എന്ന് വരും, +1. അതായത് അവിടെ എത്ര രീതിയിൽ ഓർബിറ്റിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും? ഒറ്റ രീതിയിലേ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. 2 ഇൻറ്റു 0 0 ആണ്, +1 വരും. അപ്പോൾ ഒരു രീതിയിലാണ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുക. അതായത് എല്ലിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ സബ്ഷെൽ ഏതാ? എസ് സബ്ഷെല്ലാണ്. അപ്പോൾ അത് ഒരു രീതിയിലായിരിക്കും എന്ത് ചെയ്യുക? അറേഞ്ച് ചെയ്യുക. ഇനി എല്ലിൻ്റെ വാല്യൂ 2 ആയിക്കോട്ടെ, എന്നിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഏത് വരും? പി ആണ് അല്ലേ? പി ആണ് സബ്ഷെല്ല് വരിക. അപ്പോൾ അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എം ഈസ് ഈക്വൽ ടു എന്ത് വരും? 2 ഇൻറ്റു 1 + 1. 2 ഇൻറ്റു 1 എത്രയാ? 2. 2 + 1 എന്ത് വരും? 3. 3 രീതിയിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അവിടെ ഓർബിറ്റലിനെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ മുതിർന്ന ക്ലാസ്സിലേക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അപ്പം എത്ര രീതിയിൽ ഒരു ഓർബിറ്റലിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഏത് നമ്പർ നമുക്ക് ഹെൽപ്പ് ചെയ്യുക? അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഹെൽപ്പ് ചെയ്യുക. അപ്പം 3 ക്വാണ്ടം നമ്പറുകൾ പ്രിൻസിപ്പിൾ, അസിമുത്തൽ, മാഗ്നറ്റിക്. പ്രിൻസിപ്പിൾ ഞാൻ പറഞ്ഞ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഞാനത് പറയാം. പ്രിൻസിപ്പിൾ ക്വാണ്ടം നമ്പർ എന്താണ്? ഷെല്ലിൻ്റെ എനർജീനെ പറ്റി അല്ലെങ്കിൽ ഷെല്ലിനെ പറ്റിയുള്ള വിവരം തരുന്നു. അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്താ? സബ്ഷെല്ലിനെ പറ്റി എന്ത് ചെയ്യുന്നു ഉള്ള വിവരം, അല്ലെങ്കിൽ ഏതൊക്കെ 3 ഡയമെൻഷണൽ ഷേപ്പിൽ ഇതിനെ അറേഞ്ച് ചെയ്യാം, ഓർബിറ്റലിനെ അറേഞ്ച് ചെയ്യാന്നുള്ള എന്ത് ചെയ്യുന്നു ഷേപ്പുകളെ പറ്റിയുള്ള വിവരം തരുന്നു. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണ് എന്ത് ചെയ്യുന്നത്? ഓർബിറ്റൽസ് ഏതൊക്കെ രീതിയിലാണ് ഓറിയന്റേഷൻ ചെയ്തിരിക്കുന്നത് എന്ന വിവരം തരുന്നത്. അപ്പോൾ ഈ 3 ക്വാണ്ടം നമ്പറുകൾ പഠിച്ചു. ഇനി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, ഈ ടേബിൾ നോക്കിയേ, ഇവിടെ എന്താണ്? എന്നിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ അവിടെ എസ് സബ്ഷെല്ലാണ്. അതിലെത്രയാണ്? ഓരോ ഓർബിറ്റലാണ് അല്ലേ? ഇവിടെ നോക്കിയാൽ അവിടെ നമ്മൾ ഓരോന്നിനെയും കണ്ടുപിടിച്ചിട്ടുണ്ട്. എസ്സിലാണെങ്കിൽ ഓരോ ഓർബിറ്റൽ, പിയിലാണെങ്കിൽ 3 ഓർബിറ്റൽ, ഡിയിലാണെങ്കിൽ 5 ഓർബിറ്റൽ, എഫിലാണെങ്കിൽ 7 ഓർബിറ്റൽ. ഇനി നിങ്ങൾ എളുപ്പത്തിൽ ഇങ്ങനെ ഓർത്തിരിക്കുക, ഓരോ ഓർബിറ്റലിൽ മാക്സിമം ഉണ്ടാവുക 2 ഇലക്ട്രോൺ ആണ്. ഓരോ ഓർബിറ്റലിൽ മാക്സിമം ഉണ്ടാവുക എത്രയാണ്? 2 ഇലക്ട്രോൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓരോ ഓർബിറ്റലിലും കാണപ്പെടുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം നമുക്ക് പറഞ്ഞൂടെ? എസ്സിൽ എത്ര ഓർബിറ്റൽ ഉണ്ട്? ഓരോ ഓർബിറ്റലും ഉണ്ട്. അപ്പോൾ മാക്സിമം എത്ര ഇലക്ട്രോൺ കൊള്ളാം? 2. പിയിലേക്ക് വന്നാൽ 3 ഓർബിറ്റലുണ്ട്. ഓരോ ഓർബിറ്റലിലും 2 ഇലക്ട്രോൺ വെച്ച്. അപ്പം 3 2 എത്ര വരും? 6 എന്ന് വരും. ഡിയിൽ 5 ഓർബിറ്റൽ ഉണ്ട്. ഓരോ ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺ. അങ്ങനത്തെ 5 ഓർബിറ്റൽ. അപ്പോൾ എത്ര വരും? 5 ഇൻറ്റു 2 10 എണ്ണമാണ് വരിക. ഇനി എഫ് ഓർബിറ്റൽ മൊത്തം എത്ര ഓർബിറ്റൽ ഉണ്ട്? 7 എണ്ണം ഉണ്ട് എഫിൽ. അപ്പോൾ ഓരോന്നിലും 2 വെച്ച് 7 ഇൻറ്റു 2 14 എണ്ണം വരും. അപ്പോൾ നോക്കി, എസ്സിൽ പരമാവധി കൊള്ളുന്ന ഇലക്ട്രോൺ 2, പിയിൽ കൊള്ളുന്നത് 6, ഡിയിൽ കൊള്ളുന്നത് 10, എഫിൽ കൊള്ളുന്നത് 14. ഇത് എന്ത് വെച്ചാൽ നമ്മൾ പറയുന്നത്? ആ ഓരോ ഓർബിറ്റലും എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം എന്നതിൻ്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഈ ഒരു ലോജിക്ക് മനസ്സിലാക്കി വെച്ചാൽ മതി. അതായത് ഓർബിറ്റലുകളുടെ എണ്ണം, അപ്പോൾ നമുക്ക് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n അറിയാമെങ്കിൽ അതിലെ ഓർബിറ്റലുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. n = 1 ആണെങ്കിൽ അതിൽ എത്ര ഓർബിറ്റൽ ഉണ്ടാകും? 1² ആണ്. അതായത് n² ദാറ്റ്സ് ഈക്വൽ ടു 1 ആണ്. 2 ആകുമ്പോൾ എത്ര വരും? 4 ആണ്. അങ്ങനെ എന്ത് ചെയ്യാം? ഓർബിറ്റലുകളുടെ എണ്ണം കണ്ടുപിടിക്കാം. ഇനി ഓരോ ഓർബിറ്റലിലും എത്ര ഇലക്ട്രോൺ എന്നാണ് പറഞ്ഞത്? 2. അപ്പോൾ n² ഓർബിറ്റലിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം കാണാൻ അതിന് ഓരോന്നിനെ 2 കൊണ്ട് പിടിക്കണം. അതായത് 2n² ആയിരിക്കും എന്താണ്? മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യുന്നത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ ഫൈനലി പഠിച്ചു വെച്ചില്ലെങ്കിലും എന്ത് പഠിച്ചു വെക്കുക? അതായത് ഓരോ ക്വാണ്ടം നമ്പറും എന്തിനെയാണ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ എന്താണ് നമുക്ക് വിവരം തരുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. ഓരോന്നും പരസ്പരം എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നുള്ള കാര്യം എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. എന്നിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ അവിടെ എന്താണ്? എല്ലിന് ഏതൊക്കെ വാല്യൂ പോസിബിൾ ആണ്? ഇനി എല്ലിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഏത് സബ്ഷെല്ലാണ് വരുന്നത്? ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഓരോ സബ്ഷെല്ലും അല്ലെങ്കിൽ ഓരോ ഓർബിറ്റലും എത്ര രീതിയിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഓറിയന്റേഷൻ നടക്കും.
ആ ഓരോ ഓറിയന്റേഷനിലും അല്ലെങ്കിൽ ഓരോ ഓർബിറ്റിൽ 2 ഇലക്ട്രോൺ വെച്ചിട്ടാണ് കൊള്ളുക. അപ്പോൾ ഓരോ ഓർബിറ്റിലും എത്ര ഇലക്ട്രോൺ മാക്സിമം കൊള്ളും, ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ബന്ധപ്പെടുത്തി മനസ്സിലാക്കി പഠിച്ചു വെക്കുക. കൺഫ്യൂഷൻ ഇല്ലാതെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ കുറേ ഇക്വേഷൻ കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും, മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ആ ടോപ്പിക് ഒന്ന് നല്ലതായിട്ട് നോക്കി വെക്കുക. നെക്സ്റ്റ് ടോപ്പിക്കായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ എസ് ബ്ലോക്കിൻ്റെ എന്താണ് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്ന കാര്യം പറഞ്ഞു. ഇനി തൊട്ടടുത്ത ബ്ലോക്ക് ഏതാണ്, പി ബ്ലോക്കിൻ്റെ കേസാണ്. അപ്പോൾ പി ബ്ലോക്ക് നമുക്ക് 2 രീതിയിൽ വേണം. ഇപ്പോൾ നോക്കിയേ, ഇവിടെ നിങ്ങൾ ഇലക്ട്രോൺ വിന്യാസം ഇപ്പോൾ എന്താണ്, ബോറോണിൻ്റെ ഞാൻ എഴുതാം 1s2 2s2 2p1 1s2 2s2 2p1 ആണ്. അപ്പോൾ നിങ്ങൾ 2 രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾ ഈ പറയുന്ന ഔട്ടർ മോസ്റ്റ് ഷെല്ല് എടുക്കുകയാണെങ്കിൽ മുഴുവൻ എടുക്കുന്നത്, അതായത് 2 എന്ന് പറയുന്ന 2 ഈ പറയുന്ന ഷെല്ല് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ടോട്ടൽ ഇലക്ട്രോൺ എത്രയാണ്, 2 1 3 ആണ് അല്ലേ, 2 1 3 ആണ് ടോട്ടൽ ഇലക്ട്രോൺ. അതിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി, 10 കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ കിട്ടും, ദാറ്റ് ഈസ് 13 കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഏറ്റവും പുറമേയുള്ള ഇത് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കൂടെ എത്ര കൂട്ടണം, ഇപ്പോൾ 2p1 മാത്രം എടുത്താൽ 1 ഇലക്ട്രോൺ ഉള്ളത്, അതിൻ്റെ കൂടെ എത്ര കൂട്ടണം, 12 കൂട്ടിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇവിടുത്തെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏത് രീതിയിലും ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഈ രീതി ഒരു രീതി തന്നെ പഠിച്ചു വെച്ചു, ഏതാണ്, ഔട്ടർ മോസ്റ്റ്, അതായത് നമ്പർ ഓഫ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ പ്ലസ് 10 ആണ്. ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പോൾ 2ൻ്റെ 2s-ഉം 2p ഉണ്ട്, അപ്പോൾ ഇതും രണ്ടും കൂടെ പരിഗണിക്കണം, 2s-ഉം 2p-യും പരിഗണിക്കണം. ഇവിടെ 3s-ഉം 3p-യും പരിഗണിക്കണം. ഇവിടെ 2s-ഉം 2p-യും പരിഗണിക്കണം. ഇവിടെയും 2s-ഉം 2p-യും, ഇവിടെയും 3s 3p, ഇവിടെയും 3s 3p. അപ്പോൾ രണ്ടും കൂടെ കൂട്ടുക, 3s 3p രണ്ടും എന്താണ്, ഒരു ഷെല്ലാണ്. ആ ഷെല്ലിലെ 2 സബ് ഷെല്ലാണ്, ഒന്ന് 3s ഒന്ന് 3p. അപ്പോൾ എന്ത് ചെയ്യുക, 3 എന്ന് പറയുന്ന ഷെല്ല് പരിഗണിച്ചു കഴിഞ്ഞാൽ ആ ഷെല്ലിലെ ഇലക്ട്രോണ് പ്ലസ് എന്ത് ചെയ്യണം, 10 കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഡി ബ്ലോക്കിലേക്ക് വന്നാലോ, ഡി ബ്ലോക്കിൽ നമുക്കറിയാം ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ഡി സബ് ഷെല്ലും അതുപോലെ എസ് സബ് ഷെല്ലും തമ്മിലുള്ള എനർജി ഡിഫറൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇലക്ട്രോണിൻ്റെ എണ്ണം പരിഗണിക്കുമ്പോഴും അവരെ രണ്ടുപേരെയും ഒരുമിച്ചാണ് പരിഗണിക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ നോക്കുക, സ്കാൻഡിയം, ക്രോമിയം, അയൺ, കോപ്പർ, സിങ്ക് തുടങ്ങിയവയുടെ എല്ലാം ഈ പറയുന്ന ഡി ബ്ലോക്ക് എലമെൻറ്റുകളാണ്. അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ 3d ആൻഡ് 4s സബ്ഷെൽ. അതായത് ഇപ്പം സ്കാൻഡിയത്തിൻ്റെ എടുക്കുകയാണെങ്കിൽ അവിടെ എത്രയാണ്, 3d1 4s2 ആണ് ഔട്ടർ മോസ്റ്റ് വരിക. ഇനി ക്രോമിയത്തിൻ്റെ എടുക്കുകയാണെങ്കിൽ എത്രയാണ്, 3d5 അതുപോലെ 4s1 ആണ്. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ഈ ഔട്ടർ മോസ്റ്റ് വരുന്ന എസിൻ്റെതും കൂട്ടണം, ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ഡിയുടെ, ഇത് രണ്ടും കൂടെ കൂട്ടണം. 2 1 3 ആയിരിക്കും ഇതിൻ്റെ എന്ത് വരിക, ഗ്രൂപ്പ് നമ്പർ വരിക. ഇനി ക്രോമിയത്തിൻ്റെയൊക്കെ എടുത്താൽ ഏതൊക്കെയാണ്, എസ്സിൽ 1ഉം ഡിയിൽ 5, അപ്പോൾ 5 1 എത്ര വരും, 6 എന്ന് വരും. മൊത്തം 6 എണ്ണമാണ് എന്ത് ചെയ്യുക വരിക. അപ്പോൾ ഡി ബ്ലോക്കിൻ്റെ കാണുമ്പോൾ എന്ത് ചെയ്യണം, ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ഡി ബ്ലോക്കിൻ്റെ അതായത് 3ഡിയുടെയും 4sൻ്റെയും തമ്മിൽ കൂട്ടിയിട്ട് എന്ത് ചെയ്യാണ്, അത് ആഡ് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പം പെട്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, പീരീഡ് കണ്ടുപിടിക്കുന്ന കാര്യം, അതുപോലെ തന്നെ എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, ഇതിൻ്റെ മൂന്നിൻ്റെയും എന്ത് കണ്ടുപിടിക്കുന്ന കാര്യം, ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്ന കാര്യം. പീരീഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആരെയാണ് നോക്കുന്നത്, ഷെല്ലിനെയാണ് നോക്കുന്നത് അല്ലേ. ദ ഹയസ്റ്റ് ഷെൽ നമ്പർ, നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എഴുതി കഴിഞ്ഞാൽ ഹയസ്റ്റ് ഷെൽ നമ്പർ നോക്കും. ഹയസ്റ്റ് ഷെൽ നമ്പർ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, പീരീഡ് കണ്ടുപിടിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഹയസ്റ്റ് ഷെൽ നമ്പർ, ഉയർന്ന ഷെൽ നമ്പർ ഏതാണെന്ന് നോക്കും. ഉയർന്ന ഷെൽ നമ്പർ ഏതാണോ അതാണ് അതിൻ്റെ ഏതിനെ സൂചിപ്പിക്കുന്നത്, അതിൻ്റെ പീരിയഡിനെ സൂചിപ്പിക്കുന്നത്. ഇനി ഗ്രൂപ്പ് നമ്പറിലേക്ക് വന്നാലോ, ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് എസ് ബ്ലോക്ക് ആണോ, പി ബ്ലോക്ക് ആണോ, ഡി ബ്ലോക്ക് ആണോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പ് നമ്പർ പറയുക. വെറുതെ പറയാൻ പറ്റില്ല. എസ് ആണെങ്കിൽ ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷനിൽ നിറഞ്ഞിരിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം അത് 1 ആകാം 2 ആകാം, കാരണം 1ഉം 2ഉം മാത്രമാണ് എസ് ബ്ലോക്കിൽ വരുന്നത്. അപ്പോൾ 1 or 2 ആയിരിക്കും. ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള എസ് ഷെൽ എടുക്കുക, അതിൻ്റെ എസ് സബ് ഷെൽ എടുക്കുക, അതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് അതാണ് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. ഇനി പിയിലേക്ക് വന്നാൽ എന്താണ്, ഔട്ടർ മോസ്റ്റ് ഷെല്ല്. ഇപ്പോൾ 2s 2p ആണ് ഔട്ടർ മോസ്റ്റ് വരുന്നതെങ്കിൽ 2sലെയും 2pയിലെയും എന്ത് ചെയ്യുക, ഇലക്ട്രോണുകൾ തമ്മിൽ കൂട്ടുക, അതിൻ്റെ കൂടെ എത്രയും കൂടെ ആഡ് ചെയ്യുക, 10ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടും, ഈ പറയുന്ന പി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ കിട്ടും. ഡിയിലേക്ക് വന്നാൽ എന്താ, ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള 3d എന്ന് എഴുതണ്ട, ഡിയും അതുപോലെ ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള എസ്സും. ഇവിടെ എപ്പോഴും നമ്മൾ 3d 4s വരെയുള്ളത് നമുക്ക് പഠിക്കാൻ കാണുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുക, അവയുടെ രണ്ടിൻ്റെയും ഇലക്ട്രോണുകളുടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, അവയുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഏതുമായിട്ട് ഓർത്തിരിക്കേണ്ടത്, ഗ്രൂപ്പ് ആൻഡ് പീരീഡ് നമ്പർ കണ്ടുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പിയാണ്. എന്താണ് അയണൈസേഷൻ എൻതാൽപ്പി, അല്ലെങ്കിൽ മലയാളത്തിൽ എന്ത് പറയും, അയോണീകരണ ഊർജ്ജം എന്ന് പറയും. അയോണീകരണ
ഊർജം, അയോണീകരണ ഊർജം. എന്തായിരുന്നു അയോണീകരണ ഊർജം എന്ന് പറഞ്ഞാൽ? അയോണീകരണ ഊർജം എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ഇപ്പോൾ ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ ആറ്റത്തിൽ ലൂസ്ലി ബൗണ്ട് ആയിട്ടുള്ള ഒരു ഇലക്ട്രോൺ ഉണ്ട്, എന്ന് വെച്ചാൽ ഏറ്റവും ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ. അതിനെ എനിക്ക് എന്ത് ചെയ്യണം? അതിൽ നീക്കം ചെയ്യണമെങ്കിൽ അതിന് ഞാൻ കൊടുക്കേണ്ട എനർജീനെയാണ് എന്ത് വിളിക്കുന്നത്? അയോണീകരണ ഊർജ്ജം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഏതോ ഒരു ആറ്റം ആയിക്കോട്ടെ, ഇതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഇതിനെ ഇവിടുന്ന് എനിക്ക് എടുത്ത് റിമൂവ് ചെയ്യണം, ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ളതിൽ നിന്ന് ഇവിടുന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ ഈ റിമൂവ് ചെയ്യണമെങ്കിൽ ഞാനിതിലേക്ക് എത്ര എനർജി സപ്ലൈ ചെയ്യണം? ആ സപ്ലൈ ചെയ്യേണ്ട എനർജിയുടെ അളവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയും. നമുക്ക് പ്രധാനമായിട്ടും രണ്ട് കാര്യമാണ്. അതായത് ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് പോകുന്തോറും, ഇപ്പം ഇങ്ങനെയാണ് പീരിയോഡിക് ടേബിളിൻ്റെ ഒരു ഏകദേശം ഷേപ്പ് എങ്കിൽ, ഗ്രൂപ്പിൽ നിന്ന് മുകളിലേക്ക് താഴോട്ട് പോകുന്തോറും അതുപോലെ പീരിയഡിൽ ഇടത്ത് നിന്ന് വലത്തേക്ക് പോകുന്തോറും ഈ പറയുന്ന അയണൈസേഷൻ എനർജിക്ക് എന്ത് സംഭവിക്കുന്നുള്ളതാണ് മനസ്സിലാക്കണം. ഇനി പീരിയഡിന് ഗ്രൂപ്പിൻ്റെ കേസ് എടുത്താൽ ഗ്രൂപ്പിൽ നിന്ന് മുകളിലേക്ക് താഴേക്ക് വരുന്തോറും എന്താ ശരിക്കും സംഭവിക്കുക? ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും എന്ത് ചെയ്യുന്നു? ഷെല്ലുകളുടെ എണ്ണം എന്ത് ചെയ്യുന്നു? കൂടുവാണ് അല്ലേ? ഷെല്ലുകളുടെ എണ്ണം. ഇപ്പോൾ ഒന്നാമത്തെ കേസിലാണെങ്കിൽ ഇതാണ് ഇങ്ങനെ പുറത്തേക്ക് ഷെല്ലുകൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഷെല്ലുകളുടെ എണ്ണം ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ആറ്റോമിക് നമ്പർ കൂടുന്നു. ഗ്രൂപ്പിൽ നിന്ന് മുകളിലേക്ക് താഴേക്ക് വരുന്തോറും ആറ്റോമിക് നമ്പർ കൂടുകയാണ്. ആറ്റോമിക് നമ്പർ കൂടുമ്പോൾ അത്രയും ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യാൻ എന്ത് വേണം? കൂടുതൽ ഷെല്ലുകൾ ആവശ്യമാണ്. അപ്പോൾ ഷെല്ലുകളുടെ എണ്ണം കൂടുതലാണ്. അപ്പോൾ ഷെല്ലുകളുടെ എണ്ണം കൂടുതൽ എന്താ? ഈ ന്യൂക്ലിയസിൽ നിന്നും ഇവിടേക്കുള്ള ആകർഷണത്തെക്കാൾ കുറവായിരിക്കും ഇതിലേക്കുള്ള ആകർഷണം, അതിനേക്കാൾ കുറവായിരിക്കും ഏറ്റവും ഔട്ടർമോസ്റ്റ് ഷെല്ലിലേക്കുള്ള ആകർഷണം. അപ്പോൾ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഏറ്റവും പുറമെയുള്ള ഷെല്ലിലേക്ക് വരുന്ന ആ ന്യൂക്ലിയസിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ ആകർഷണ ബലം എന്ത് ചെയ്യും? കുറയുകയാണ് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈസി ആയിട്ട് അവിടെ നിന്ന് ഇലക്ട്രോണിനെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഒരു ഗ്രൂപ്പിൽ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് പോകുന്തോറും അട്രാക്റ്റീവ് ഫോഴ്സ് ഓഫ് ദ ന്യൂക്ലിയസ്, അതായത് ന്യൂക്ലിയസും ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണും തമ്മിലായിട്ടുള്ള ഏത് ബലം? ആകർഷണ ബലം എന്ത് ചെയ്യും? കുറയും. ആകർഷണ ബലം കുറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈസി ആയിട്ട് അതിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് അയോണീകരണ ഊർജ്ജം ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും എന്താണ് ചെയ്യുന്നത്? കുറയാണ് ചെയ്യുന്നത്. നമുക്ക് ഈസി ആയിട്ട് ഓരോന്നിനെ റിമൂവ് ചെയ്ത് മാറ്റാൻ വേണ്ടി പറ്റും. അതിന് കാരണം എന്താ? ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു, അതുകൊണ്ട് തന്നെ ബാഹ്യ ഇലക്ട്രോണിന് മേലുള്ള ആകർഷണ ബലം എന്ത് ചെയ്യുന്നു? അവിടെ കുറയുന്നു. എന്നാൽ പീരീഡിൻ്റെ കേസ് എടുത്താൽ, പീരീഡ് എന്ന് പറയുമ്പോൾ എന്താ? ഇടത് നിന്ന് വലത്തേക്ക് ഇങ്ങോട്ടേക്കാണ് പീരീഡ് പോകുന്നത്. പീരീഡിലേക്ക് പോകുമ്പോൾ എന്താ പ്രശ്നം? ഇപ്പോൾ ഒരു പീരീഡ് എടുത്താൽ, ഇപ്പോൾ ഒന്നാമത്തെ വെറുതെ പറയുകയാണെങ്കിൽ ഒരു പീരീഡ് എടുത്തു കഴിഞ്ഞാൽ ഈ പീരീഡിൽ വരുന്ന എല്ലാ എലമെൻസിൻ്റെയും ഷെല്ലുകളുടെ എണ്ണം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എത്ര എണ്ണം ഉണ്ടോ അവയുടെ ഷെല്ലുകളുടെ എണ്ണം ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ കാർബൺ ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ ബോറോൺ ഉണ്ട്, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ. എല്ലാത്തിനും എത്രയാണ്? 2 ഷെല്ലാണ് വേണ്ടത്. എത്രയാണ്? 2 ഷെല്ലാണ്. ബോറോണിൻ്റെ ആറ്റോമിക് നമ്പർ 5 ആണ്, കാർബണിൻ്റെ 6 ആണ്, നൈട്രജൻ്റെ 7 ആണ്, ഓക്സിജൻ്റെ 8 ആണ്. എന്ന് വെച്ചാൽ ഇവിടെ ബോറോൺ ആണ് ഉള്ളതെങ്കിൽ അതിൻ്റെ ന്യൂക്ലിയസിൽ എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടാവും? +5 ചാർജ് ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ ഈ മൂന്നാമത്തെ ഷെല്ല് നമുക്ക് ആവശ്യമില്ല, ഇവിടെയാണ് ഇരിക്കുന്നത്, ഇവിടെ വരെ ഇലക്ട്രോൺ ഉള്ളൂ. അപ്പോൾ ഈ +5 ചാർജ് ആയിരിക്കും ഇതിലേക്ക് എന്ത് ചെയ്യുക? അനുഭവപ്പെടുക. ഇനി ഓക്സിജൻ വന്നാൽ ഓക്സിജനിലെ ഇലക്ട്രോണും സെയിം ഷെല്ലിലാണ് ഇരിക്കുന്നത്, പക്ഷേ അതിലേക്ക് അനുഭവപ്പെടുന്ന പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? +8 ആണ്. നോക്കിക്കേ. ഇനി കാർബണിലേക്ക് വന്നാൽ കാർബണിലും രണ്ടാമത്തേൽ തന്നെയാണ് ഇരിക്കുന്നത്, പ്ലസ് അനുഭവപ്പെടുന്ന ചാർജ് എത്രയേ ഉള്ളൂ? +6 ആണ്. കാരണം എന്താ? അതിൽ മൊത്തം 6 ഇലക്ട്രോൺ, അപ്പോൾ 6 പ്രോട്ടോൺ അഥവാ 6 പോസിറ്റീവ് ചാർജ് ഉണ്ടാകും. ഇവിടെ നോക്കിയാൽ 5-നേക്കാൾ കൂടുതലാണ് 6, 6-നേക്കാൾ കൂടുതലാണ് 7, 7-നേക്കാൾ കൂടുതലാണ് 8. നോക്കി, ഇടത് നിന്ന് വലത്തേക്ക് പോകുന്തോറും എന്തിൻ്റെ ചാർജ് കൂടുന്നുണ്ട്? ന്യൂക്ലിയസിൻ്റെ ചാർജ് കൂടുന്നുണ്ട്. പക്ഷേ ഷെല്ലുകളുടെ എണ്ണം അതിനനുസരിച്ച് വർദ്ധിക്കുന്നുണ്ടോ? ഇല്ല. ഒരേ ഷെല്ലിൽ ഇരിക്കുന്ന ഇലക്ട്രോണുകളിലേക്ക് കൂടുതൽ ആകർഷണ ബലം ഉണ്ടാവുകയാണ്. അപ്പോൾ അതായത് ബോറോണിനുള്ളതിനെ നീക്കണമെങ്കിൽ നമുക്ക് ഈ +5 ചാർജിനെ മറികടന്നു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺ എനിക്ക് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകാം. എന്നാൽ അതേ ഷെല്ലിലിരിക്കുന്ന ഓക്സിജൻ്റെ ഒരാറ്റത്തെ കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് +8 ചാർജിനെ മറികടന്നിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താകും? അത് കുറെ കൂടി എന്തായിട്ട് മാറും? ഡിഫിക്കൽട്ടായിട്ട് മാറും. അതാണ് അവിടെ പറയുന്നത്. അതായത് പീരിയഡിൽ നിന്ന് ഇടത്തു നിന്ന് വലത്തേക്ക് പോകുന്തോറും ഷെല്ലുകളുടെ എണ്ണം കൂടുന്നില്ല, പക്ഷേ ന്യൂക്ലിയസ് ചാർജ് കൂടുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അയോണീകരണ ഊർജ്ജം ഇടത്തു നിന്ന് വലത്തേക്ക് പോകുന്തോറും എന്ത് ചെയ്യുന്നു? കൂടുന്നു. അയോണീകരണ ഊർജ്ജം ഇടത്തു നിന്ന് വലത്തേക്ക് പോകുന്തോറും എന്ത് ചെയ്യുന്നു? കൂടുന്നു എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? അവിടെ മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും എന്തില്ല? ഈ പറയുന്ന ഷെല്ലുകളുടെ എണ്ണം കൂടി വരികയാണ്. ഷെല്ലുകളുടെ എണ്ണം കൂടുന്നതുകൊണ്ട് തന്നെ ഏത് കുറയും? ന്യൂക്ലിയസിൻ്റെ ഏത് ബലം? ആകർഷണ ബലം കുറയും. അതുകൊണ്ട് തന്നെ അയോണീകരണ ഊർജ്ജം അല്ലെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി കുറയും. പക്ഷെ എന്നാൽ ഗ്രൂപ്പിൽ നിന്ന് ഇടത്തു നിന്ന് വലത്തേക്ക് പോകുന്തോറും എന്താണ്? ഷെല്ലുകളുടെ എണ്ണം ഷെല്ലുകളുടെ എണ്ണം സെയിം ആണ്.
ഷെല്ലുകളുടെ എണ്ണത്തിൽ മാറ്റമൊന്നുമില്ല. പക്ഷെ ആരുടെ കൂടുന്നുണ്ട്? ന്യൂക്ലിയർ ചാർജ്, ആറ്റമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയർ ചാർജ് കൂടും. അതുകൊണ്ട് തന്നെ അയോണീകരണ ഊർജ്ജവും എന്ത് ചെയ്യും? അവിടെ കൂടുന്നുള്ള കാര്യം എന്ത് ചെയ്യണം? അത് മനസ്സിലാക്കി വെക്കുക. ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ പറഞ്ഞ കോൺസെപ്റ്റ് ഒക്കെ വെച്ചിട്ട് നമുക്കൊരു ഒരു ഒരു മോഡൽ, ഒരു പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നോക്കിയാലോ? നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വിച്ച് എലമെൻറ്റ് ഹാസ് ദ ലോവസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി? ഈ തന്നിരിക്കുന്നതിൽ അയണൈസേഷൻ എൻതാൽപ്പി ഏറ്റവും കുറവുള്ള മൂലകം ഏതാണെന്നാണ്. നമുക്ക് രണ്ട് കാര്യം അറിയാം. അയണൈസേഷൻ എൻതാൽപ്പി എന്താ? ഇത് ഇവിടെ നിന്നും ഇങ്ങോട്ട്, ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുന്തോറും എന്ത് ചെയ്യാണ്? അയോണീകരണ ഊർജം എന്ത് ചെയ്യുന്നു? കൂടുന്നു. അഥവാ അയണൈസേഷൻ എൻതാൽപ്പി എന്ത് ചെയ്യുന്നു? കൂടിയാണ് വരിക. ഇനി ഇതേപോലെ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് പോകുന്നതോറും എന്താ സംഭവിക്കുക? അയോണീകരണ ഊർജ്ജം അല്ലെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി എന്ത് ചെയ്യും? കുറയാണ് ചെയ്യുക, അല്ലേ? അപ്പം ലെഫ്റ്റിൽ ഉള്ളതിനായിരിക്കും എന്ത്? ഇവിടെ ആണ് അയോണീകരണ ഊർജ്ജം ഏറ്റവും കുറവ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതിനനുസരിച്ച് അയോണീകരണ ഊർജ്ജം കൂടുവാണ്. ഇനി ഇവിടെയോ ഗ്രൂപ്പിൻ്റെ കേസിലാണെങ്കിൽ ഏറ്റവും അയോണീകരണ ഊർജ്ജം കൂടുതലുള്ളത് എവിടെയാണ്? മുകളിലും. ഇങ്ങോട്ട് വരുന്നതിനനുസരിച്ച് കുറയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യം അപ്ലൈ ചെയ്താൽ ഏറ്റവും കുറവ് അയോണീകരണ ഊർജ്ജം എവിടെയായിരിക്കും? ഈ പറയുന്ന ലെഫ്റ്റ് സൈഡിലായിരിക്കും. ലെഫ്റ്റ് സൈഡിൽ എവിടെയായിരിക്കും? ബോട്ടം, ലെഫ്റ്റ് സൈഡിൽ താഴെ. അതായത് ഉള്ളതിൽ ഏറ്റവും അയോണീകരണ ഊർജ്ജം കുറവെന്ന് പറയുന്ന ഏത് മൂലകത്തിനാണ്? സി എന്ന് പറയുന്ന മൂലകത്തിനാണ്. ഇനി ഈ തന്നിരിക്കുന്നതിൽ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഏതാണെന്നാണ് പറയുന്നത്. നമുക്കറിയാം എസ് ബ്ലോക്ക് ആണ്. എസ് ബ്ലോക്കിലെ ഒന്നാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ എന്ത് വിളിക്കും? ആൽക്കലി മെറ്റൽസ് എന്നാണ് വിളിക്കുക. എന്താണ്? ആൽക്കലി മെറ്റൽസ് എന്നും. രണ്ടാമത്തെ ഗ്രൂപ്പിനെ എന്ത് വിളിക്കുന്നു? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നാണ് വിളിക്കുക. ഒന്നാമത്തേത് ആൽക്കലി മെറ്റൽസ്, രണ്ടാമത്തെ എന്താണ്? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഇവിടെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയുന്നത് ഏതായിരിക്കും? രണ്ടാമത്തെ ഗ്രൂപ്പിൽ വരുന്ന മൂലകമായ ഡി ആണ് ഇവിടുത്തെ എന്ത്? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താ? വിച്ച് ആർ ദി ഡി ബ്ലോക്ക് എലമെന്റ്? നമ്മൾ ബ്ലോക്ക് പഠിക്കുന്നതാണ്. ബ്ലോക്ക്, എസ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ 1ഉം 2ഉം ആണ്. പി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ 13 മുതൽ 18 വരെയാണ്. ഇനി ഡി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഏതുവരെയാണ്? 3 മുതൽ 12 വരെയാണ് ഡി ബ്ലോക്ക് വരിക. അപ്പം ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 3 മുതൽ 12 വരെ. ഈ യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്നതിൽ ഇ, എഫ്, ജി ഇത് മൂന്നും ആയിരിക്കും എന്ത്? ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്.